ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും കാരണം നമ്മെ പിന്തുടരുന്ന ശാപങ്ങളാണ് എന്നൊരു ധാരണ ഒരുപക്ഷെ ഒരു വിശ്വാസം മാത്രമായിട്ടല്ല, അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കാരണമറിയാതെയുള്ള കാര്യങ്ങൾക്ക് പൂർവിക ശാപങ്ങളാണ് കാരണമെന്ന് കരുതുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ശാപമില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് എത്ര പറയുമ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യം, പിന്നെ എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നത്? എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ജീവിതത്തിൽ തകരുന്നത്? ഇങ്ങനൊരു ശാപത്തിന്റെ ഫലമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന അറിവ് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങൾ നല്ലത് തന്നെയാണ്. കാരണം ഒരു വിശ്വാസത്തെയും അറിവിനെയും നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ അതിന്റെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ശാപഗ്രസ്തമെന്ന് കരുതുന്ന ഇടങ്ങളുണ്ടെന്നും ശപിക്കപ്പെട്ടതിന്റെ ഫലമായി ദുരിതങ്ങൾ പേറുന്നുവെന്നും കേവലമായി നാം കാണുന്ന അനുഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവയുടെ അന്തരാർത്ഥത്തിലേക്ക്, അതിന്റെ കാര്യകാരണത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാവുകയും യഥാർത്ഥത്തിൽ അതിന്റെ മൂലകാരണത്തെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുകയും വേണം. ഇന്ന് ശാപമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രാർത്ഥിക്കുന്നു. ആ ശാപം നീക്കണമേ എന്ന പ്രാർത്ഥനകൾക്കിടയ്ക്ക് ജീവിതാനുഭവങ്ങൾക്ക് വ്യതിയാനമുണ്ടാകുന്നു. അപ്പോ ശാപത്തിൽ നിന്ന് മോചനം കിട്ടിയ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ ശപിക്കപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ ശാപങ്ങൾക്ക് ഫലമുണ്ട് എന്ന അന്ധവിശ്വാസം പ്രബലമാകുകയും ചെയ്യുന്നു. എന്താണ് ശാപത്തിന്റെ പിന്നിലുള്ളതെന്ന് ആദ്യം നമ്മൾ അറിയണം. എല്ലാ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തങ്ങൾക്ക് കൂടെ ആരുമില്ല, തങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു കെണിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ അകപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ആൾക്കൂട്ടത്തിൽ തനിയായി പോകുന്ന ബന്ധങ്ങൾക്കിടയ്ക്കും സാഹോദര്യത്തിന്റെ മഹിമയ്ക്കിടയ്ക്കുമൊക്കെ മറ്റാർക്കും ഇടപെടാൻ കഴിയാത്ത ഒരു ഏകാന്തതയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ ഹൃദയം എത്തിച്ചേരുന്ന ഒരു സ്ഥിതി എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു സമയത്ത് നേരിടും. എന്താണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ശാപം നമ്മുടെ മേലുണ്ട് എന്ന് ചിന്തിക്കാൻ കാരണം? ഭൗതികമായ സാഹചര്യങ്ങളുടെ തകർച്ചകളാണ് അവയിലേക്ക് വഴി നയിക്കുന്നതെങ്കിലും അതിന്റെ പിന്നിലുള്ളത് ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയ ആദ്യത്തെ മനുഷ്യന്റെ അവസ്ഥയാണ്. വരപ്രസാദാവസ്ഥയിൽ നിന്ന് വീണുപോയപ്പോ മനുഷ്യൻ അനുഭവിച്ച പതനത്തിന്റെ ഏറ്റവും വലിയ വേദന, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്ന ബോധമാണ്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രത്യേകത അത് ദൈവത്തിൽ നിന്നാണ് ഒരു കൂട്ടായ്മ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ദൈവമില്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മനുഷ്യന് അവന്റെ പ്രകൃതത്തിൽ മാത്രം നിലനിൽക്കാൻ കഴിയില്ല. ഭാവാത്മകമായ ലോകം അവന്റെ കൂടെ ഉണ്ടാവണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന അനുഭവമാണ്. പാപം ചെയ്ത് ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന മനുഷ്യൻ ദൈവിക ബന്ധത്തിൽ നിന്ന് വിച്ഛേദിതനായി എന്ന ചിന്ത ആദ്യം മുതലേ അവനെ വേട്ടയാടുന്നു. അത് കായേനിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. ആബേലിനെ കൊന്നുകഴിഞ്ഞ് ദൈവം കായേനെ സമീപിക്കുമ്പോൾ കായേൻ ഓടുകയാണ്. ഇനി എല്ലാവരും എന്നെ കല്ലെറിയും, എല്ലാവരും എൻ്റെ മേൽ ശാപങ്ങൾ ചൊരിയും, ഞാൻ എല്ലാവർക്കും എതിരായി മാറിയിരിക്കുന്നു, എനിക്ക് കഷ്ടം എന്നൊരു ചിന്ത കായേനെ വേട്ടയാടുന്നു. കായേനോട് പറയുന്നുണ്ട്, നിന്നെ ദ്രോഹിക്കുന്നവനെ 7 ഇരട്ടിയായി ഞാൻ ശിക്ഷിക്കും. അങ്ങനെ പറഞ്ഞാലും കായേന്റെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഭാവങ്ങളിൽ ഒന്ന് ദൈവവുമായുള്ള അകലത്തെ സംബന്ധിച്ച് നമ്മുടെ വേദനയാണ്. കർത്താവ് കൂടെയുണ്ട് എന്ന വിശ്വാസബോധ്യമില്ലായ്മയാണ് നമ്മെ ഭരിക്കുന്ന മാനസികഭാവത്തിലെ ഒരു പ്രധാന തലം. റോമർ 8:31 പറയും, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പക്ഷേ പക്ഷത്തുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. യേശു ദൈവമാണെന്നും
സകല നന്മസ്വരൂപിയാണെന്നും സർവശക്തനാണെന്നും അവിടത്തേക്കെല്ലാം സാധിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുമ്പോഴും യേശു എന്നിലാണെന്നും അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നും എൻ്റെ കുറവുകളെയും പോരായ്മകളെയും അംഗീകരിച്ച് എന്നോട് കൂടെ അവൻ വസിക്കുന്നുവെന്നും അവനിലാണ് എൻ്റെ ജീവിതമെന്നും ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ 100 കുറവുകൾ നമുക്കുണ്ട്. നമ്മളും ദൈവത്തിന്റെ പരമപരിശുദ്ധിയുമായി ചേർന്ന് പോകില്ല എന്നൊരു മുൻധാരണ നമ്മുടെ മാനസിക ഘടനയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ഭാവത്തിന്റെ അടിത്തട്ടിലുള്ള എനിക്ക് ആരുമില്ല, ഞാൻ ദൈവപക്ഷത്തല്ല എന്ന ചിന്ത അവനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് എല്ലാ ബന്ധങ്ങളും അകന്നു പോകുന്നതായിട്ട് തോന്നും, ഒറ്റപ്പെട്ടതായിട്ട് തോന്നും, ശപിക്കപ്പെട്ടതാണ് തൻ്റെ ജന്മമെന്ന് ആളുകൾ കരുതും. ചെറുപ്പകാലത്ത് കവിതയൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാനൊരു ശപിക്കപ്പെട്ട ആളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഞാനൊരു അനുഗ്രഹമാണ് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായത് ക്രിസ്തുവിൽ എൻ്റെ വിശ്വാസം ഉറച്ചപ്പോഴാണ്. അന്ന് ഞാൻ നിരീശ്വരവാദിയാണ്. അന്ന് എഴുതിയ കവിതയിൽ കർക്കിടകത്തിൻ കരിന്തിന മന്തിയിൽ രാഹുവിൻ രാഗം മുറിച്ചൻ നിലവിളി കേൾക്കയുറക്ക ചിരിച്ചെന്റെ ജന്മത്തെ ആദ്യം പരിഹാസ്യമെൻ സഹജീവികൾ എന്നാണ് ഞാൻ എഴുതിയത്. ഒരു 10-17 വയസ്സുള്ളപ്പോൾ എഴുതിയ കവിതയാണ്. കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. അതൊരു വൈകുന്നേരമാണ്. അതാണ് കർക്കിടകത്തിൻ കരിന്തിന മന്തിയിൽ രാഹുവിൻ രാഗം. അന്ന് ഈ കാലങ്ങളിലൊക്കെ വിശ്വാസമുണ്ട് അത് രാഹുകാലമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് രാഹുവിൻ രാഗം മുറിച്ചൻ നിലവിളി കേൾക്കെ ഉറക്ക ചിരിച്ചെന്റെ ജന്മത്തെ ആദ്യം പരിഹാസ്യമെൻ സഹജീവികൾ. കുട്ടി കരഞ്ഞുകൊണ്ട് ജനിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കും. ആ ചിരി കണ്ടിട്ട് എന്നെ പരിഹസിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളും വേദനകളും നമ്മെ ഉടനെ കൊണ്ടെത്തിക്കുന്നത് നാം ശപിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യത്തിലാണ്. രണ്ടാമത്തെ ഭാഗത്ത് നാം അനീതികളും അതിക്രമങ്ങളും പ്രവർത്തിക്കുമ്പോൾ, ആർക്കെങ്കിലും എതിരായി പ്രവർത്തിക്കുമ്പോൾ അവർ ഹൃദയം നൊന്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദന നമുക്കൊരു ശാപമായി വന്നു പതിക്കും, അവ നമ്മുടെ മേൽ ഭാരമായി മാറും എന്നൊരു ബോധം സ്വാഭാവികമായി ഈ പറഞ്ഞ കായേൻ്റെതിന് തുല്യമായ ഒരു ബോധം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർ വേദനിക്കുന്നുവെങ്കിൽ അവരുടെ വേദന കായേനെ വേട്ടയാടുന്നത് പോലെ പിന്തുടരുമെന്ന ഒരു കുറ്റബോധത്തിന്റെ വേദന നമ്മെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ചെയ്തത് ശരിയല്ലെന്നും അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ നൊമ്പരപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നും നാം അറിയാതെ വിശ്വസിക്കുന്നു. അതിന് മറ്റൊരു കാരണമുള്ളത്, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതിധ്വനി ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒരാൾക്ക് വേദനിച്ചാൽ സമാനമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പിന്നീട് കടന്നു പോകും. അപ്പൊ നമ്മൾ വിശ്വസിക്കും, അന്ന് ഞാനിത് ചെയ്തപ്പോ അവൻ ശപിച്ചിട്ടാണ്, ദൈവം കൈവിട്ടത് കൊണ്ടാണ് എനിക്ക് ഈ അനുഭവം. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അത് ഭൗമികമായ പ്രത്യേകതയാണ്. ഒരു കല്ല് മേലേക്കെറിഞ്ഞാൽ താഴേക്ക് വരും. അതും ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഭൗതികതയിലുള്ള ഒരു ഫോഴ്സ് എലമെന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചടികളായി നമുക്ക് അനുഭവപ്പെടും. അതിന് കാരണം ആ പ്രവൃത്തി ശരിയല്ല എന്ന കുറ്റബോധം നമ്മളെ ഭരിക്കുകയും നമ്മളെ അതേ വിധമുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. അത് പ്രാപഞ്ചികമായ ഒരു ഇടപെടലാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്ത ഒരാൾ, അയാൾ നിരന്തരമായി ഹൃദയത്തിൽ പേറുന്ന ഒരു ഭാരം കൊല്ലപ്പെടും എന്ന ഭയമാണ്. അതുകൊണ്ട് അയാളുടെ കുടുംബം അനുഭവിച്ച വേദന തന്നെ പിന്തുടരുന്നുണ്ടെന്നും അത് തന്റെ ജീവിതത്തിൽ ഭാരമാകുമെന്നും ഈ കൊലപാതകം ചെയ്ത ആൾ ഹൃദയത്തിൽ ഉറപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എതിരായി മാറുന്ന അനുഭവം ഉണ്ടാവുമ്പോൾ അത് ശാപത്തിന്റെ ഫലമാണെന്ന് അല്ലെങ്കിൽ ദൈവശിക്ഷയാണെന്ന് ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഇത് ഇവിടുത്തെ ഒരു സ്വാഭാവിക പ്രകൃതിയാണ്.
ആ സ്വാഭാവിക പ്രകൃതി കാലദൈർഘ്യമുണ്ടാകാം, ഒരുപക്ഷെ പെട്ടെന്നാകാം, ഒരുപക്ഷെ വളരെ കാലം കഴിഞ്ഞിട്ടാവാം. പക്ഷെ ഈ ലോകത്ത് അതുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. തിന്മ ചെയ്യുന്നത്, ഒരു തിന്മയെ ജനിപ്പിക്കുന്നത് നമ്മിൽ തന്നെ നമുക്ക് അനുഭവം. ഒരു തിന്മ ചെയ്യുമ്പോൾ, ഒരു അതിക്രമം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു കുറ്റബോധത്തിലേക്ക് പോകും. ആ കുറ്റബോധം നമ്മെ കൊണ്ടു ചെല്ലുന്നത് അതേ വിധമുള്ള അനുഭവങ്ങളിലേക്കാകും. ആ കുറ്റബോധം നമ്മെ പിന്തുടരും. അങ്ങനെ ശപിക്കപ്പെട്ടവരാണെന്ന് ആദ്യം മുതലേ കരുതുന്ന മനുഷ്യന്റെ ഒരു ഭാവന നിരന്തരമായി നമ്മെ പിന്തുടരുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന ദുരന്താനുഭവങ്ങളും ദുരിതങ്ങളും ഇപ്രകാരം ശാപങ്ങളുടെ ഫലമായിരിക്കാം എന്ന ഒരു സന്ദേഹം ഹൃദയത്തെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമാകുന്നത്. ഭയം ഒരു വാതിലാണ്. ഇത്തരമൊരു വിശ്വാസബോധ്യം അകമയുള്ള ഒരാൾ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പറഞ്ഞ ശാപവാക്കുകൾ ഫലിക്കും എന്നൊരു ബോധ്യമുള്ള ഒരാൾ, അയാളുടെ ജീവിതത്തിൽ ഈ ശാപങ്ങൾ അതേപടി ഫലിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരും. കാരണം ഭയം എപ്പോഴും നമ്മെ പിന്തുടരും. ഭയം എന്തിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അതിലേക്ക് നമ്മെ അടുപ്പിക്കും. എവരി നെഗറ്റീവ്സ് അട്രാക്ട് നെഗറ്റീവ്സ്. ഭയം ഭയത്തെ ജനിപ്പിക്കും. ഭയം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിന്റെ സ്വാഭാവികമായ ബലത്തെ അത് ക്ഷയിപ്പിക്കും. അങ്ങനെ ആ ഭയം നമ്മെ ആക്രമിക്കുന്ന ഒന്നായിട്ട് മാറും. എന്തിനെയാണോ നമ്മൾ ഭയപ്പെട്ടത് അത് നമ്മുടെ ജീവിതത്തിലുള്ളതായി നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയാണ് ശാപങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നു എന്ന തരത്തിലുള്ള ഒരു അനുഭവതലം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന കാര്യം ഓർക്കണം. എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? വിശ്വാസത്തിന്റെ മേഖലയിലാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി പോകുന്നത് തെറ്റാണ്. അത് പാപമായി മാറുന്നത് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ്, അവരൻ ക്രിസ്തു എന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. പക്ഷെ അതിക്രമം എന്നത് സ്വാഭാവികമായി മറ്റൊരാൾ അനുഭവിക്കുന്ന പ്രവൃത്തി മൂലമുള്ള ഒരു അനുഭവതലമാണ്. ആ അനുഭവതലം ഒരു കുറ്റബോധമായിട്ടാണ് നമ്മൾ ശേഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഒരു റിഫ്ലക്ഷൻ, ഒരു പരിണിത ഫലം നമ്മുടെ മേൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാപത്തിന് അനുദപിക്കുമ്പോഴും കുമ്പസാരത്തിൽ ഏറ്റുപറയുമ്പോഴും പരിഹാരം ചെയ്യണം. ചെയ്ത പ്രവൃത്തിക്ക് പരിഹാരം ചെയ്യാൻ ശ്രമിക്കണം. നാം മൂലം ഒരാൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഹൃദയപൂർവകമായ നിലപാട് സ്വീകരിക്കുന്നത് വരെ നമ്മുടെ അനുതാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൊള്ളയായ ഒന്നായിട്ട് മാറും. പാപം ഏറ്റുപറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിനകത്ത് അതിൻ്റെ അനുഭവതലം സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിഹാരം ചെയ്യുന്നവരായിട്ട് മാറണം. ഒരാൾക്കുണ്ടായ നഷ്ടം നഷ്ടമായിരിക്കെ ആ നഷ്ടം പരിഹരിക്കാതെ ഭൗതികമായ പരിഹാരം ചെയ്യാതെ പോകുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഭയം സ്വാഭാവികമായി നമ്മെ ഭരിക്കും. ആ തിരിച്ചടികളിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട്. അത് ദൈവശിക്ഷയോ ശാപത്തിന്റെ ശക്തിയോ പാപത്തിന്റെ ഭാരമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത പ്രവൃത്തികളുടെ പരിണിത ഫലങ്ങളാണ്, കോൺസിക്വൻസ് ആണ്. ആ കോൺസിക്വൻസ് പ്രവർത്തിക്കും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം. ശാപം എന്നതിന് അങ്ങനെ നമ്മുടെ മേൽ ഇടപെടാൻ കഴിയില്ല. അതിന് മറ്റൊരു തലം ഞാൻ പറയും. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. നാം ജനിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്, പലയിടങ്ങളിലാണ്. പക്ഷേ ഈ ഭൂമിയിലേക്ക് നാം ജനിക്കുന്നത് ദൈവേഷ്ടപ്രകാരമാണ്. നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിലാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത്. ഒരു പ്രീ പ്ലാൻഡ് ലൈഫ് നമുക്കുണ്ട്. ഈ ലോകത്ത് നാം ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നത്. നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നവനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമാകണമെന്നാണ് ദൈവഹിതം. അത് നിറവേറും. ആ പദ്ധതിയാണ് നാം അനുഭവിക്കുന്ന കഷ്ടതകളെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ഞാനൊരു ദൈവിക പദ്ധതിയാണെന്നും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ മറ്റൊരാളുടെ വാക്കിന് ബലമില്ലെന്നും തിരിച്ചറിയണം. വിശ്വാസത്തിലെയും ബോധ്യത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ നമുക്ക് കഴിയൂ.
ദൈവിക പദ്ധതി പ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിലേക്ക് വരൂ. അങ്ങനെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമാണ് ഭൗതിക ജീവിതം എന്ന് വിശ്വസിക്കുമ്പോൾ നാം ദൈവപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കും. ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകാതെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ, ശാപവാക്കുകളൊക്കെ നമ്മുടെ മേൽ നിബന്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ശാപത്തെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം, ശാപം എങ്ങനെയാണ് നീക്കേണ്ടത്, ശാപമുണ്ടോ എന്ന ചിന്തകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല എന്നൊരു പരമാർത്ഥത്തിലേക്കാണ്. ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ശപിച്ചു എന്നൊരു ബോധ്യമാണ് അവിടെ മനുഷ്യന്റെ അകത്തുണ്ടായത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങളിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. പർദീസാനുഭവത്തിൽ നിന്ന് വീണുപോകുന്ന മനുഷ്യൻ ഹൃദയത്തിൽ പേർന്നതൊരു ഭാരമാണ്, ദൈവം എന്നെ കൈവിട്ടു. അതുകൊണ്ട് ഇനി ജീവിതം മുഴുവൻ നരകയാതനയായിട്ട് മാറും. അധ്വാനം ദൈവത്തിന്റെ ശാപമായി മാറുന്നു. നീ ഭൂമിയിൽ അധ്വാനിക്കും, അത് മുള്ളും മുൾച്ചെടികളും നിനക്ക് വേണ്ടി മുളപ്പിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇത്തരത്തിൽ മനുഷ്യൻ നേരിടാൻ പോകുന്ന ജീവിത പ്രയാസങ്ങളെ ദൈവത്തിന്റെ ശാപമായിട്ടാണ് മനുഷ്യൻ അന്ന് മുതൽ കരുതുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ദൈവത്താൽ ശപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ 14 അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ 14 ശാപങ്ങളും. ഇങ്ങനെ ശാപം എന്നത് നമ്മുടെ മേലുണ്ട് എന്നൊരു ബോധ്യം കാലങ്ങളായി നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ കടന്നു വന്ന ബോധ്യം ദൈവം ശപിക്കുന്നു എന്നതിൽ നിന്ന് ചുറ്റുവട്ടത്തുള്ളവർ, മറ്റുള്ളവർ നമ്മെ ശപിക്കുന്നു എന്നതിലേക്ക് പിന്നീട് വ്യവഹരിക്കപ്പെട്ടു. പിന്നീട് അങ്ങനെയായി മാറ്റി ചിന്തിക്കപ്പെട്ടു. പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും ഒക്കെ മാതാപിതാക്കൾ ശപിക്കുന്നതിനെ കുറിച്ചൊക്കെ ധാരാളമായി നമ്മൾ കേൾക്കും. വാസ്തവത്തിൽ ഒരു കാര്യമുള്ളത്, ഒരു മാതാവോ പിതാവോ ശപിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമല്ല. ഒരു മാതാവിനോ പിതാവിനോ ശപിക്കാൻ പറ്റും. ഒരു മാതാവോ പിതാവോ ഹൃദയം നൊമ്പരപ്പെടുമ്പോൾ നീ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ അവർക്ക് ഹൃദയം കൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അതൊരു കാര്യമാണ്. കാരണം അവരുടെ ഹൃദയത്തിന്റെ ഭാഗമാണ് മക്കൾ. അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എത്രയോ ദ്രോഹിച്ചാലും മാതാപിതാക്കൾ വേദനിച്ചാലും അവർ മക്കളെ ശപിക്കില്ല. ചിലപ്പോൾ അവർ പറയും നീ ഇത് അനുഭവിക്കും എന്നൊക്കെ പറയും. ഈ അനുഭവിക്കുമെന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുകയുമില്ല. കാരണം വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ളത് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ളത് ഓരോ അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവമാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ബലക്കുറവ് കൊണ്ടാണ് നാം ഈ ശാപത്തെ ഭയക്കാൻ തുടങ്ങുന്നു. ആ ഭയം നമ്മുടെ അകത്ത് അനുഭവത്തിലെത്തി വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഭയത്തിൽ നിന്നാണ് ശാപം ഫലിക്കുക എന്നൊരു കാര്യത്തിലേക്ക് വരുന്നത്. ജീവിത തകർച്ചകൾ പൂർവികരുടെയോ മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലുമോ ശാപം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊരു വിശ്വാസ ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയെ സംബന്ധിച്ച ബോധ്യത്തിൽ നിന്ന് നമ്മൾ വീണുപോകും. അപ്പൊ ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്ന മനസ്സ് വ്യാകുലപ്പെടാൻ തുടങ്ങും. നാം ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ നിരന്തരം നമ്മെ വേട്ടയാടുന്ന ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ ശാപം എന്നത് എങ്ങനെയാണ് ഫലിക്കുക എന്നതിനെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകണം. പല സമൂഹങ്ങളിലും ശപിക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നു. ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം, യുദ്ധമൊക്കെ വരുമ്പോൾ ശപിക്കുക എന്നുള്ളതാണ്. എതിരാളികളെ തോൽപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് ശാപവാക്കുകൾ ഉണ്ടായിരുന്നു. ശാപത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് അവിടെ നിറവേറുന്നത് നമ്മൾ ആലോചിക്കണം. ഒരു സൈന്യം വരുമ്പോൾ ആ സൈന്യത്തെ ശപിച്ചാൽ ആ സൈന്യം ശക്തി ചോർന്നു പോകും, തോറ്റുപോകും എന്നൊരു വിശ്വാസം പ്രബലമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ ശപിച്ചാൽ, ദൈവം പറയുന്ന വാക്കായിട്ട് ശപിച്ചാൽ മറ്റുള്ളവർ തകർന്നു പോകും എന്നൊരു വിശ്വാസം അന്നുണ്ടായിരുന്നു. അപ്പൊ യുദ്ധത്തിലൊക്കെ അത് പ്രയോഗിക്കും. അപ്പൊ ശപിക്കുന്ന ആളുകളുടെ ധാരണ ഈ ദൈവത്തിന്റെ വാക്കുകൊണ്ട് അവരെ ശപിക്കുമ്പോൾ അവർ തകർന്നു പോകും, അവരുടെ ബലം ക്ഷയിക്കും, അപ്പൊ നമ്മൾ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഈ ശാപം കൊണ്ട് ആരാണോ ശപിക്കുന്നത് അവർക്കുണ്ടാവും, ആ പക്ഷത്തിനുണ്ടാവും. ശാപം കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ മനസ്സിടിയും, മനസ്സിന്റെ ബലം കുറയും. മനസ്സിന്റെ ബലം കുറയുമ്പോൾ അവർക്ക് പ്രയോഗശേഷിയിൽ വീഴ്ച ഉണ്ടാവും, അങ്ങനെ അവർ തോറ്റുപോകും. ഈ ഒരു മനഃശാസ്ത്രപരമായ ഇടപെടലാണ് ശപിക്കുക എന്നതിന്റെ പേരിലുണ്ടായിരുന്നത്. ഓടാൻ നിൽക്കുന്ന ഒരാളോട്
നീ ഓടിയാൽ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, നീ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു സങ്കോചം ഉണ്ടാവും. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന കാലിൽ ആ ബലം ഉണ്ടാകും. ഇത് മനസ്സിനെ തളർത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ശാപവാക്കുകൾ മനസ്സിനെ തളർത്തുന്നത് വിശ്വാസബോധ്യമില്ലാതെ പോകുമ്പോഴാണ്. അല്ലെങ്കിൽ ശാപം അനുഗ്രഹമായിട്ട് മാറും. കാരണം ഒരാളെയും ദൈവം ശപിക്കുന്നില്ല, ഒരാളെയും ദൈവം കൈവിടുന്നില്ല എന്ന പരമാർത്ഥം ഓർക്കണം. സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ശാപത്തിന്റെ കഥ നമുക്ക് കേൾക്കാം. അവിടെ ബാലക് രാജാവ് ബാലാം പ്രവാചകനെ ഇസ്രായേലിനെ ശപിക്കാനായി വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബാലാം ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. ദൈവം ആദ്യം പോകരുതെന്ന് പറയുന്നു. നിരന്തരമായി ചോദിക്കുമ്പോൾ പോകാൻ പറയുന്നു. വഴിക്ക് വെച്ച് മാലാഖ തടയുന്നതായ അനുഭവം ഉണ്ടാകുന്നു. കഴുത സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബാലാം പ്രവാചകൻ ബാലക് രാജാവിന്റെ ഇഷ്ടപ്രകാരം ഇസ്രായേലിനെ ശപിക്കാനായി ചെല്ലുമ്പോൾ അവരെ അനുഗ്രഹിക്കുകയാണ്. ശപിക്കാനാണ് ചെന്നത്, എന്നിട്ട് അനുഗ്രഹിക്കുകയാണ്. ബാലക് രാജാവിന് അത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ശപിക്കാൻ കൊണ്ടുവന്ന് അവർ തോപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇയാൾ ഇവിടെ വന്ന് അവരെ അനുഗ്രഹിക്കുന്നു. 23:8 സംഖ്യാപുസ്തകത്തിൽ പറയാണ്, കർത്താവ് ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, ദൈവം ഭർഷിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർഷിക്കും. എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം കർത്താവ് ശപിക്കാത്തവനെ വേറൊരാൾക്കും ശപിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ ശാപവാക്കുകൾ മറ്റൊരാളുടെ മേൽ പ്രയോഗിക്കാൻ സാധ്യമല്ല. കർത്താവ് ശപിക്കാത്തവനെ ആർക്കും ശപിക്കാൻ സാധ്യമല്ല. ആര് ശപിച്ചാലും അത് ഫലവത്താകുമില്ല. ഇത് ഹൃദയബോധ്യം ഉണ്ടാകും. നമ്മുടെ കോൺഷ്യസ് ലെവലിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. എന്നെ അങ്ങനെ ശപിക്കാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ മേൽ അങ്ങനെ ഒരു അധികാരം മറ്റൊരാൾക്ക് ദൈവം കൊടുത്തിട്ടില്ല. ദൈവമാണ് പരമാധികാരി. അവിടെ നിന്ന് അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു അനുഗ്രഹമാണ്. ഇത് ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞാനെന്നൊരു കാര്യം ഹൃദയബോധ്യത്തിൽ എഴുതി വെച്ചോളാം. ജീവിതത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് കഷ്ടതയിലാണെങ്കിലും, ഞെരുക്കത്തിലാണെങ്കിലും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവം കൂടെയുണ്ട്. അനുഗ്രഹിക്കുക, കൂടെ വരിക എന്നാണ്. കർത്താവ് കൂടെയുണ്ട്, ദൈവം എൻ്റെ പക്ഷത്ത്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല, ആർക്കും എനിക്ക് എതിര് നിൽക്കാൻ സാധ്യമല്ല എന്ന് ഹൃദയബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ അതിക്രമം കാണിക്കുമ്പോൾ എനിക്ക് രക്ഷ ഉണ്ടാവും എന്നല്ല വിചാരിക്കേണ്ടത്. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഈ ദൈവപക്ഷത്താണ് നമ്മളെന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് കർത്താവിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിക്രമങ്ങളും തെറ്റുകളും നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. തെറ്റ് ചെയ്യുന്നത് അവൻ കേവല മനുഷ്യത്വത്തിൽ കുടുങ്ങുമ്പോഴാണ്. വിശ്വാസി ക്രിസ്തു കൂടെ എന്ന ബോധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവന് തിന്മ പ്രവർത്തിക്കാൻ സാധിക്കില്ല. തിന്മ പ്രവർത്തിക്കാൻ ഇടയാകുന്നത് ദൈവികമായ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും നിരന്തരം വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുകയാണ് പ്രധാനം. ബാലക് രാജാവ് ബാലാമിനോട് പറയുന്നുണ്ട് ഈ അനുഗ്രഹം പിൻവലിക്കാൻ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു, ഞാൻ അനുഗ്രഹിച്ചു, ഇനി അത് പിൻവലിക്കാൻ സാധ്യമല്ല. ഇസ്രായേൽ പെരുകട്ടെ എന്നാണ് ഈ ബാലാം പ്രവാചകൻ അനുഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ ദൈവത്തിന്റെ വാക്ക് പറയാനേ കഴിയൂ, അതല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് നിറവേറൂ. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരണം. എവിടെയാണ് ശാപം ഫലിക്കുന്നത്? ദൈവം കൈവിട്ടു എന്ന ബോധ്യമാണ്, ദൈവം കൂടെയില്ലെന്ന ബോധ്യമാണ്. മറ്റുള്ളവർ നമ്മെ ഭരിക്കുന്ന ഈ ശാപവാക്കുകൾ കൊണ്ട് നാം തകർന്നു പോകുമെന്ന ഭയം നമ്മെ പിടികൂടുമ്പോഴാണ് അത് ജീവിതത്തിൽ ഫലിക്കുന്നതായ അനുഭവം ഉണ്ടാകുന്നത്. ഏത് തകർച്ചയ്ക്കും വിഷമത്തിനൊക്കെ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മിൽ നിന്ന് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നമ്മുടെ പൂർവികരുടെ പാപമാണെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ പൂർവിക ശാപം കൊണ്ടായിരിക്കാം പണ്ട് നമ്മുടെ പൂർവികർ ശപിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറയുന്നൊരു തരത്തിലേക്ക് എത്തും. ഇപ്പൊ 4ാം തലമുറയിലേക്ക് എത്തിയാൽ അവരൊക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവരുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധമില്ല. നിങ്ങളൊക്കെ ജീവിച്ച സാഹചര്യങ്ങളിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ മുതിർന്നവരോ ആരെങ്കിലും ഗുരുനാഥന്മാരോ ആരെങ്കിലുമൊക്കെ ശപിച്ച അനുഭവം നിങ്ങൾക്കുണ്ടാകാം. നീ ഗുണം പിടിക്കില്ലെന്നോ നീ നേരെ ആവില്ലെന്നോ ഒക്കെ പറഞ്ഞ അനുഭവം ഉണ്ടാവും. ശപിക്കുന്നവർക്ക് ഒരു കാര്യം അറിയില്ല. കാരണം അവർക്കത് പറയാനുള്ള അധികാരമില്ല. നീ ആരാണെന്നും നീ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും നിന്നെക്കുറിച്ചുള്ള സകല കാര്യം അറിയുന്ന ദൈവമാണ് നിന്നെ അയച്ചിട്ടുള്ളതെന്നും നിനക്ക് ഹൃദയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ആര് ശാപവാക്ക് പറയുമ്പോഴും നിനക്ക് ചിരിക്കാൻ പറ്റും.
ശപിക്കുന്നവരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ ശാപവാക്ക് പറയും. അങ്ങനെ ശാപവാക്ക് പറയുമ്പോൾ ഓർക്കണം, സങ്കീർത്തനം 119:17 പറയുന്നുണ്ട്, ശപിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടു, ശാപങ്ങൾ അവന്റെ മേൽ തന്നെ പതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അനുഗ്രഹങ്ങൾ അവനിൽ നിന്നും അകന്നു നിൽക്കട്ടെ. ശപിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടു, ശാപങ്ങൾ അവന്റെ മേൽ തന്നെ പതിക്കട്ടെ. ശാപവാക്കുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ദൈവം അനുഗ്രഹിച്ചവനെയാണ് നമ്മൾ ശപിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്ക് അധികാരമില്ല, അവരിന് വേണ്ടി ആയിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതാവസ്ഥ. അത് തിരിച്ചറിയാതെ അവരുടെ മേൽ അധീശത്വം പുലർത്തുന്ന ഈ മനോഭാവം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ശപിക്കുമ്പോൾ ശാപങ്ങൾ നമ്മിൽ തന്നെയാണ് കുടികൊള്ളുന്നത്, അത് മറ്റൊരാളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അധരത്തെ സൂക്ഷിക്കണം, ഹൃദയത്തെ സൂക്ഷിക്കണം. അവരൻ നശിച്ചു കാണണമെന്ന ആഗ്രഹമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. ദൈവികമായ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താനുള്ള പ്രവൃത്തിയാണ്. അവരെന്റെ ജീവിതത്തിൽ നാശമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് സഹോദര സ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ്. അത് കൊലപാതക സദൃശ്യമായ കാര്യമാണ്. ശാപവാക്കുകൾ നമ്മൾ പറയാതിരിക്കാനും ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരു ശാപവാക്കിനും നമ്മുടെ മേൽ അധികാരമില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാൻ വേണം. ശാപത്തെക്കുറിച്ച് ഒട്ടേറെ വചനങ്ങൾ പറയുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 29-ാം തിരുവചനം പറയാണ്, ഒരുവൻ പ്രാർത്ഥിക്കുന്നു, വേറൊരുവൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുക? അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തോടുള്ള ബന്ധമാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവിക ബന്ധമാണ് പ്രധാനം. ശാപവാക്കുകൾ ദൈവസന്നിധിയിൽ നിരസിക്കപ്പെടുന്ന കാര്യമാണ്. അത് ദൈവം സ്വീകരിക്കുന്ന കാര്യമല്ല എന്ന് പ്രഭാഷകന്റെ പുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ അവിടെ ഷെമയി ദാവീദിനെ ശപിക്കുന്നു. ഷെമയി ദാവീദിനെ ശപിക്കുമ്പോൾ കൂടെയുള്ളവർ പറയുന്നുണ്ട്, ഈ ചത്ത പട്ടിയുടെ തല വെട്ടിക്കളയട്ടെ. ദാവീദ് പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ ശപിക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ എതിർക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞിട്ടല്ല അവൻ ശപിക്കുന്നതെങ്കിൽ അത് കർത്താവ് തന്നെ ചോദിച്ചോളൂ. എന്നിട്ട് ദാവീദ് 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപം എന്റെ മേൽ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ശപിക്കപ്പെടുമ്പോൾ, ആരെങ്കിലും നമ്മെ ദ്വേഷിക്കുമ്പോൾ, ശാപവാക്കുകൾ ചൊരിയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ കഷ്ടത കണ്ട് മറ്റുള്ളവരുടെ ശാപം അനുഗ്രഹമാക്കി മാറ്റും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഹൃദയത്തെ ബലപ്പെടുത്തണം. ഇനിയും ജീവിതത്തിൽ ശാപവാക്കുകൾ കേൾക്കാം, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ അധിക്ഷേപിച്ച് പറയാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, ശാപത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം അനുഗ്രഹമാണ്. അനുഗ്രഹിക്കുക. നിങ്ങൾ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അയാൾ ഓർക്കുക, അയാൾ അനുഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 6:28 പറയാണ്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മള് പരിഹാസരൂപേണ പറയല്ലോ, കർത്താവേ അവന് നല്ലത് മാത്രം വരുത്തണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയണേ. ഉള്ളിൽ അവൻ നശിച്ചു പോകണമെന്നും അവന്റെ തലയിൽ തേങ്ങ വീണാൽ നന്നായെന്നും പറയുന്ന മനോഭാവം ഉള്ളിലുണ്ടായിരിക്കുകയും അതേസമയം അവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയാനും അല്ല പറയുന്നത്. ഹൃദയബോധ്യത്തോടെ പറയണം, അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അവന്റെ അജ്ഞതയാണ്. അതുകൊണ്ട് ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. അതൊരു വലിയ പ്രതിവിധിയാണ്. ആ ശാപവാക്കുകൾ നമ്മിലേൽപ്പിക്കുന്ന ഭയത്തിന്റെ പരിക്കുകളിൽ നിന്ന് മോചനം നേടും. ഭയം ഒരു പരിക്കേൽപ്പിക്കും. ആ പരിക്ക് ജീവിതത്തിൽ ദോഷകരമായി അനുഭവപ്പെട്ടേക്കാം. അത് ശാപത്തിന്റെ ശക്തിയല്ല, നിങ്ങളുടെ ഹൃദയബലമില്ലായ്മയാണ്, വിശ്വാസത്തിലുള്ള വീഴ്ചയാണ്. അതിനെ നിങ്ങൾ നേരിടേണ്ടത് കർത്താവ് പറഞ്ഞ വചനം കൊണ്ടാണ്. അവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനോവീര്യം കെടുത്താനായി അധിക്ഷേപ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും 2 ഗുണം അതിനുണ്ട്. ഒന്ന്, നമ്മെ അധിക്ഷേപിക്കുന്നവർ രക്ഷപ്പെടും. രണ്ടാമത്, ഈ അധിക്ഷേപം നമുക്ക് കേൾക്കുകയുമില്ല. നമ്മെ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹീതരാകും എന്നുള്ളത് ദൈവസന്നിധിയിൽ നമുക്ക് ഗുണകരമായ കാര്യമാണ്. ഒപ്പം തന്നെ ശാപം എന്നതിനെ നമുക്ക് ഹൃദയം കൊണ്ട് നിഷേധിക്കാൻ കഴിയും. ഹൃദയത്തിനേൽക്കാവുന്ന പരിക്കിൽ നിന്ന് മോചനം ഉണ്ടാവും. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നമ്മെ വേദനിപ്പിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും നമുക്കെതിരായി തിരിയുന്നവരെയും അനുഗ്രഹിക്കാൻ പഠിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ
ദൈവത്താൽ നൽകപ്പെടുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പീഡകളും അതിക്രമങ്ങളുമാണ്. സ്വഭാവേന നമ്മൾ നിഷ്കളങ്കരായിരിക്കെ, നിർദോഷികളായിരിക്കെ നാം ഏൽക്കുന്ന പീഡകളുടെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയണം. നാം ക്രിസ്തുവിനോടൊപ്പമായി തീരാം. നാം ചെയ്ത പ്രവൃത്തികൾക്ക് ശിക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് പോലെയല്ല, നാം തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അവിടെ അവരന്റെ അധിക്ഷേപവും അതിക്രമവും ക്രിസ്തുപക്ഷത്തായി നമ്മെ മാറിത്തീരാനിടയാക്കും. അകാരണമായി സഹിക്കുന്നവർ, പീഡയേൽക്കുന്നവർ, പീഡിപ്പിക്കുന്നതിന് അനുഗ്രഹിച്ചുകൊണ്ടാണ് അതിന് പ്രതിഫലം നൽകേണ്ടത്. അപ്പൊ നമ്മൾ പ്രത്യുത്തരിക്കേണ്ടത് അനുഗ്രഹത്തിന്റെ വാക്കുകളിലൂടെയാണ്. അധിക്ഷേപിക്കുന്നവനെ അനുഗ്രഹിക്കണം, പീഡിപ്പിക്കുന്നവനെ അനുഗ്രഹിക്കണം. യേശു കുരിശിൽ ചെയ്യുന്ന പ്രവൃത്തി അതാണ്, അനുഗ്രഹിക്കുക. തനിക്കെതിരെ വരുന്നവനെ നിഷേധിക്കുകയല്ല, അവനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം യഥാർത്ഥത്തിൽ രക്ഷാകരമായ പ്രവൃത്തിയാക്കി മാറ്റും. നമ്മുടെ സഹനം ഒരു കേവല സഹനത്തിൽ നിന്ന് രക്ഷാകരമായ ഒന്നായിട്ട് ഉയരും. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലോകത്തിൽ ഒരു ശാപവും നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഗലാത്യ 3:13 ശാപങ്ങളെ നീക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശാപങ്ങളുടെ അടയാളമായ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമാക്കി ഉയർത്തി. ക്രിസ്തുവിന് മുമ്പ് ശാപം പ്രയോഗക്ഷമമായിരുന്നു, പ്രവൃത്തിയിലുണ്ടായിരുന്നു. അതൊരു സാമൂഹ്യമായ പ്രവൃത്തിയായിട്ട് വരെ ഉയർത്തപ്പെട്ടിരുന്ന കാലമാണ്. ശാപത്തിന്റെ അടയാളമായിട്ടാണ് കുരിശ് നൽകപ്പെട്ടത്. ആ കുരിശ് രക്ഷയുടെ കാരണമായിട്ട് മാറി ക്രിസ്തുവിൽ. അതുകൊണ്ട് അത് മനസ്സിലാക്കുമ്പോൾ, ഗലാത്യ 3:13 മനസ്സിലാക്കുമ്പോൾ നാം അറിയേണ്ടത് ഒരു ശാപം ഒരു അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് മാറും. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊരാൾ പറയുമ്പോൾ നമ്മെക്കുറിച്ച് പദ്ധതിയുള്ളത് ദൈവത്തിനാണെന്ന് വിശ്വസിക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ക്രിസ്തുവാണെന്നും തിരിച്ചറിയുമ്പോൾ നിശ്ചയമായിട്ടും എന്ത് ശാപമാണോ മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞത്, ആ ശാപത്തിനെതിരായ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കുരിശിൽ തറച്ച് കൊല്ലുന്നത്, അപമാനിച്ചു കൊല്ലുന്നത് ശാപകരമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിനകത്ത് കുരിശുമരണം ഉദ്ധാനത്തിന്റെയും വിജയത്തിന്റെയും ആഘോഷമായിട്ട് മാറുന്നു. അങ്ങനെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോളുക. അതുകൊണ്ട് ഒരു ശാപവാക്ക് കേൾക്കുമ്പോൾ തകർന്നു പോകല്ല വേണ്ടത്, ഹൃദയം കൊണ്ട് ഉറയ്ക്കണം, ഞാൻ അതിന്മേൽ വിജയം നേടാൻ പോകുന്നു. ഈ ശാപവാക്കിന്മേൽ, ഈ ശാപത്തിന്റെ ചിന്തയുടെ മേൽ, ഈ പറഞ്ഞ നിഷേധത്തിന്റെ മേൽ വിജയം നേടാൻ പോകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ അനുഗ്രഹപൂർണമായി മാറുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലുള്ള തകർച്ചകളും വേദനകളും ഒക്കെ ശാപമാണെന്നല്ല ധരിക്കേണ്ടത്. നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളും വേദനകളുമൊക്കെ ആ തകർച്ചകളെ അതിജീവിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള അവസരമാണ്. അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാവും, അത്ഭുതകരമായ ദൈവം ഇടപെടും. ഇന്ന് സഹിക്കുന്ന സഹനങ്ങളും വേദനകളും, അകാരണമായി നിങ്ങൾ കരുതുന്ന വേദനകളുടെ, പീഡകളുടെ ഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർപ്പിന്റെ കാരണമായിട്ട് മാറും. അത്ഭുതം സംഭവിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അക്കാര്യത്തിൽ ഒരു വിശ്വാസക്കുറവും വേണ്ട. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാവും. ഭൗതികമായി, ആത്മീയമായി മാത്രമല്ല, ഭൗതികമായും നിങ്ങളിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ കരുത്തു പകരുന്ന ക്രിസ്തുവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ഉദ്ധിതൻ നിങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. അവൻ വിജയശ്രീലാളിതനാണ്. അവൻ ഇനി തോൽക്കുകയില്ല, അവന് മരണമില്ല. അക്കാര്യം ഹൃദയത്തിൽ ഉറയ്ക്കണം. പക്ഷെ അതേസമയം തന്നെ നാം ഓർക്കണം, നാം മറ്റുള്ളവരെ ശപിക്കുന്നവരാകരുത്. മക്കളോട് വരെ പറയാണ്, നിങ്ങൾ ഭാവി പഠിച്ചോളും, ഞാൻ ഇല്ലാണ്ടാവുമ്പോൾ പഠിച്ചോളും, ശാപമൊക്കെ പറയാ. ദൈവമാണ് എല്ലാം നമ്മിലൂടെ നൽകുന്നത്. നമ്മളില്ലെങ്കിലും ദൈവം അവരെ പരിപാലിക്കും. ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും പരിപാലിക്കാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നു എന്നൊരു അഹങ്കാര ഭാവത്തിൽ നിന്ന് ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയുന്നതിന്റെ പേര് യഥാർത്ഥത്തിൽ ശാപമെന്നാണ്. അത് ആ ശാപം നമുക്കാണ് കുഴപ്പമാകുക. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന നാവുകൊണ്ട് നാം സഹജീവികളെ ശപിക്കുന്നവരായി മാറരുതെന്ന് യാക്കോബ് 3:9 പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ദൈവത്താൽ അനുഗ്രഹീതരായവരെ ശപിക്കുന്നവരായി നാം മാറുന്നു. നമ്മുടെ നാവാണ് കുഴപ്പത്തിലാകുന്നത്, നമ്മളാണ് കുഴപ്പത്തിലാകുന്നത്. ശാപങ്ങൾ അവന്റെ മേൽ തന്നെ പതിക്കട്ടെ, അത് നമുക്ക് തന്നെ ദോഷകരമായി മാറും. മറ്റുള്ളവരെ ശപിക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായ ഒരു പ്രവൃത്തിയായി മാറുന്നു. അത് മറ്റുള്ളവരുടെ നാശം കാക്ഷിക്കുന്നതായി മാറുന്നു. നാം പോലും അറിയാതെ അവരുടെ വീഴ്ചയ്ക്ക് കൈയടിക്കുന്നവരായി നമ്മൾ മാറുന്നു. ദൈവസന്നിധിയിൽ നീതീകരിക്കാവുന്ന കാര്യമല്ല. ഒരു കേവല മാനുഷിക പ്രവൃത്തിയാണ് ശാപമെന്നും യഥാർത്ഥത്തിൽ ശാപമെന്നത്
സാധ്യമല്ലാത്ത കാര്യമാണെന്നും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും നാം ദൈവത്തിന്റെ കരവേലയാണെന്നും സമസ്തവും ദൈവത്തിൻ്റെതാണെന്നും നമുക്ക് തിരിച്ചറിവുണ്ടാകണം. വെളിപാട് പുസ്തകം 22:3 പറയുകയാണ്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. വിശ്വസിക്കുന്നവർക്കെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ആ വചനം ഹൃദയത്തിൽ എഴുതി വെച്ചോളുക. യേശുക്രിസ്തു കുരിശുമരത്തിൽ നമുക്ക് വേണ്ടി മരിച്ച് ശാപം നീക്കിയിരിക്കുന്നുവെന്നും ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ലെന്നും ഹൃദയത്തിൽ എഴുതി വെക്കണം. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ മക്കളാണെന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. 1 പത്രോസ് 3:9 പറയാണ്, അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പൊ ജീവിതത്തിലുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പൂർവിക ശാപം കൊണ്ടാണ് എന്ന ഒരു ഭയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ശപിച്ച ഒരു ഓർമ്മയോ ഒരു അനുഭവമോ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഒക്കെ അറിവുണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ ആ ഭാരത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം. ഈ ശാപം പാരമ്പര്യമായിട്ട് വരും എന്ന് പറഞ്ഞ എന്റെ പുറകിലുള്ളൊരു കാര്യം കൂടി പറയാം. അപ്പാപ്പൻ ഇങ്ങനെ ഒരു ശാപം ഇട്ടിട്ടുണ്ടെന്ന് അപ്പൻ അറിയാമെങ്കിൽ അപ്പന്റെ മനസ്സിനകത്ത് അതുണ്ട്. ഈ അപ്പന്റെ മനസ്സ് കൂടി ചേർന്നാണ് കുട്ടിയുടെ മനസ്സുണ്ടാകുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ അത് രൂഢമൂലമാകും. അയാൾ പോലും അറിയാതെ അമ്മയുടെയും അപ്പന്റെയും മനസ്സിന്റെ ഏകീകരണം വഴി കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ പ്രാഥമിക മനസ്സിനകത്ത് അപ്പന്റെ അമ്മയുടെ മനസ്സുണ്ട്. ഈ പറഞ്ഞ ശാപത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവരുടെ ഹൃദയത്തിലുണ്ടാവും. അങ്ങനെ മാനസികമായ ഒരു തുടർച്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ ഉപബോധത്തിലും അബോധത്തിലും അതുണ്ട്. അബോധത്തിൽ കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അമ്മ കേട്ട വാക്കുകളും ശാപവാക്കുകളും ഒക്കെ ഈ കുഞ്ഞ് ഹൃദയത്തിൽ പേറിയിട്ടുണ്ട്. അതുകൊണ്ട് അബോധത്തിലുള്ള ഇത്തരം ശാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ വന്നത് മാതാപിതാക്കളിലൂടെയാണ്, പക്ഷേ ഞാൻ മാതാപിതാക്കളുടെയല്ല, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്. ഏതെങ്കിലും തരത്തിൽ ഇന്ന് ജീവിതാവസ്ഥയിൽ സാമ്പത്തികമായോ സാമൂഹ്യമായോ ജീവിതത്തിനകത്തോ മക്കളില്ലാതെയോ വിവാഹം നടക്കാതെയോ ഒക്കെ ശാപം കൊണ്ടാണ് കഴിയുന്നതെന്ന് കരുതുന്നവർ ശാപത്തെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യണം. ശാപം മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ ശാപം മാറിപ്പോയി എന്ന് വിശ്വസിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? പിന്നെ ശാപം നിൽക്കുന്നുണ്ട്. അപ്പൊ ശാപം എന്നത് ക്രിസ്തുവിൽ നീക്കം ചെയ്യപ്പെട്ട ഒന്നാണെന്നും അത് കുരിശിൽ നീക്കം ചെയ്യപ്പെട്ടുവെന്നും ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നും അനുഗ്രഹീതമായ തലമുറയാണ് നമ്മളെന്നും തിരിച്ചറിയണം. കർത്താവ് വ്യക്തിപരമായി ഓരോരുത്തരെയും അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരു ദൈവാനുഗ്രഹത്തിന്റെ ദൈവിക മഹത്വത്തിന്റെ അടയാളം അനുഭവിക്കാനുള്ള അവസരമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ വിവാഹ തടസ്സം ഉണ്ടാവും. കാരണം നെറ്റിയിൽ എഴുതി വെച്ചേക്കാണല്ലോ നിരാശനാണ്, ശാപമുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ അകത്ത് നമ്മുടെ മനോതലത്തിൽ ഉണ്ടാകുന്ന ഈ പതർച്ചകൾ ബന്ധങ്ങളിലേക്ക് നീങ്ങാൻ തടസ്സം ഉണ്ടാക്കും, ജീവിത വിജയം നേടാൻ തടസ്സം ഉണ്ടാക്കും, ഭൗതികമായ പ്രവൃത്തികൾ അത് ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് അനുഗ്രഹീതരാണെന്ന് ബോധ്യം എഴുതുകയാണ് പരമപ്രധാനം. തിരുരക്തം കൊണ്ട് കഴുകിക്കളയണം. ശാപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പൂർവിക ശാപത്തെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അബദ്ധബോധ്യങ്ങളും തിരുരക്തത്താൽ കഴുകണമേ, മനസാക്ഷിയെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മനസാക്ഷിയിലുള്ള ശാപത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കഴുകിയിട്ട് അവിടെ ദൈവത്തിന്റെ വചനത്തെ സ്ഥാപിക്കണം. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. കർത്താവ് നമ്മളെ വിളിക്കുന്നത് അങ്ങനെയാണ്. ആ ബോധ്യത്തിലേക്ക് വരാൻ കഴിയണം. അങ്ങനെ ഹൃദയബോധ്യത്തിൽ, വിശ്വാസബോധ്യത്തിൽ നാം ഓരോരുത്തരും അനുഗ്രഹീതരാണെന്ന ബോധ്യത്തിൽ ഹൃദയം ഉറയ്ക്കുമ്പോൾ ഇന്ന് അനുഭവപ്പെടുന്ന ശാപത്തിൻ്റെതെന്ന് കരുതുന്ന പല ജീവിത സന്ദർഭങ്ങളും ഉദ്ധാനത്തിന്റെയും വിജയത്തിന്റെയും അനുഭവങ്ങളായി മാറും. അത്തരത്തിൽ അത്ഭുതകരമായ ദൈവിക വിടുതലിന്റെ സ്നേഹത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.